ഞാൻ എൻ്റെ മക്കൾ പോകുമായിരിക്കും, പോയാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. കോളേജ് വന്നിട്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം മുഖത്ത് നോക്കി വിളിച്ചിട്ടാണ് ഇവർ കോളേജിൽ അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ, അതായത് നമ്മുടെ ദിയ കൃഷ്ണയുടെ കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് ഓബൈ താമര എന്ന് പറയുന്ന ഒരു അവിടെ വെച്ചിട്ടാണ് അവർ ആക്ച്വലി അവരുടെ എല്ലാ ഫങ്ഷൻസും അവിടെ വെച്ചാണ് നടക്കുന്നത്. ആൻഡ് അപ്പോൾ ഓമിയുടെ ബർത്ത്ഡേയും അവിടെ വെച്ച് തന്നെയാണ് ഇപ്പം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം ദിയാകൃഷ്ണ ഇട്ടൊരു വ്ളോഗിൽ ഉണ്ടായിരുന്നൊരു സംഭവമാണ് അതായത് അവരുടെ ഫാമിലി മാത്രമായിട്ട് നിന്ന് കേക്ക് മുറിക്കുന്ന സമയത്ത് ഈ അപ്പച്ചിയുടെ കൂടെ ആയിരുന്നു, അതായത് ഈ അപ്പച്ചി എന്ന് പറയുന്ന ആൾ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അപ്പച്ചിയുടെ കൂടെ അപ്പച്ചിയോട് ഇവിടെ അഹാന പറയുകയാണ്, അപ്പച്ചി അവിടെ പോയിരുന്നോ, അല്ലെങ്കിൽ അപ്പച്ചി അവിടെ പോയി ഇരുന്ന് കണ്ടോളൂ, ബിക്കോസ് ഇത് ഞങ്ങൾ ഫാമിലിയാണ്, ആ ഒരു ഫാമിലിയിൽ അപ്പച്ചി വേണ്ട. അപ്പോൾ അതിന് മുന്നേ സിന്ധു കൃഷ്ണ പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്ലൗസ് കയറ്റിയിടും. അവരുടെ ബ്ലൗസിൻ്റെ സംഭവമൊന്നും അവിടെ കാണുന്ന പോലുമില്ല. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ അപ്പച്ചി ഇവർക്ക് ഫുഡ് വെച്ച് കൊടുക്കുന്നു. എപ്പോഴും എല്ലാ വ്ളോഗ്സിലാണെങ്കിലും അപ്പച്ചി ഫുൾ ടൈം അടുക്കളയിലാണ്. ഒരു അടുക്കളക്കാരി എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും അവരുടെ ഒരു സംഭവം കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ വീഡിയോസ് കാണുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. ഇത്രയും 4 പെൺകുട്ടികൾ അവിടെ ഉള്ളപ്പം ഇവരാണ് ഈ അടുക്കളയിൽ കൂടുതലായിട്ട് നിൽക്കുന്ന അവരുടെ വ്ളോഗ്സിലും കാര്യങ്ങളും ഒക്കെ കണ്ടത്. അപ്പോൾ ശരിക്കും ഒരു വേലക്കാരിയുടെ സ്ഥാനം തന്നെയാണ്. ആ അപ്പച്ചി ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്താണ് ഇവരുടെ കൂടത്തിൽ നിന്ന് കേക്ക് മുറിക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ അവിടെ പോയി ഇരുന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ അഹാന ശരിക്കും എന്താണ്, കാരണം ഇന്നലെ അഹാനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിന്ധു കൃഷ്ണ വരികയൊക്കെ ഉണ്ടായി. എന്നിട്ട് സിന്ധു കൃഷ്ണ പറയുന്നുണ്ടായിരുന്നു ഏതൊരു വീട്ടിലും. അപ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് തരാം കേട്ടോ. ആൻഡ് ഇപ്പോൾ വലിയൊരു ഡിസ്കഷൻ നടക്കുകയാണ്, എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വേർഡിങ് അല്ല, എല്ലാവരുടെ വീട്ടിലും ഒരു അമ്മു വേണം. അമ്മു ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എൻ്റെ പാരൻസിനും ചുറ്റുമുള്ളവർക്കും ശരിയാണ്, അവർക്ക് ചിലപ്പോൾ അഹാന വേണമായിരിക്കും. അപ്പോൾ ഈ ഒരു വേർഡിങ്സ് ഉണ്ടാക്കിയത് നമ്മൾ പ്രേക്ഷകരൊന്നും അല്ല, ഉണ്ടാക്കിയത് ഇവർ തന്നെയാണ്. അപ്പോൾ അതെടുത്ത് ആക്ച്വലി എന്താ പറയുക, കോവിഡ് സമയം മുതൽ മുഖംമൂട്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. കാരണം ഞാനും പലപ്പോഴും ഇവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് എന്ത് നല്ല അമ്മ അല്ലെങ്കിൽ എന്ത് നല്ലൊരു ചേച്ചി, അഹാനനെ നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഈ ഒരു ദിയാകൃഷ്ണയുടെ ഒരു ഇഷ്യൂ വന്നപ്പോഴാണെങ്കിൽ പോലും എല്ലാ ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു അവിടുത്തെ കുറച്ച് മര്യാദയുള്ളത് ഈ അഹാനയ്ക്കും അതുപോലെ തന്നെ ഇഷാനി എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് മാത്രമേ ഉള്ളൂ. കാരണം അത് കഴിഞ്ഞപ്പോൾ തന്നെ ഹൻസികയുടെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയുന്നത് എന്താണ്, അഹാന. ആൻഡ് ഓൾസോ അഹാന പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു, പൂക്കളുടെ ഒരു ഇൻ്റർവ്യൂ ടൈമിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓരോ സംഭവങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അത്രയധികം ശ്രദ്ധിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ദിയ എന്ന് പറയുന്ന ആൾ നമുക്കറിയാം ആ റോ ആയിട്ട് എന്ത് ക്യാപ്ചർ ചെയ്യുന്നു അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അത് കയറി വൻ ചർച്ചയായപ്പം പുള്ളിക്കാരി ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇവർക്ക് എനിക്ക് തോന്നിയിട്ടില്ല ഇവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരോട് ഇവർക്ക് ഭയങ്കര കാര്യമുണ്ടെന്ന്. കാരണം സ്വന്തം വീട്ടിൽ അവരെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പല വീഡിയോസിലാണ്. ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ വീഡിയോസ് കാണിച്ചു തരാം. ഉണ്ടാക്കാൻ പോവുകയാണ് ചീരക്കറി എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൻ്റെ പരിസരത്തെല്ലാം വളരുന്ന ഒരു ചീരയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിങ്ക് ചീര വെച്ചാണ് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം നമ്മൾക്ക് തോന്നിയതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പച്ച ചീര വെച്ചിട്ടുള്ളൊരു കറിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കടയിൽ ഞങ്ങൾ കണ്ടല്ലോ, അതായത് ഇത് അഹാനയുടെ അപ്പച്ചിയുടെ കുക്കിംഗ് എഡിഷൻ വീഡിയോസ് ഒക്കെയാണ് കേട്ടോ. ഇത് മാത്രമല്ല, അവരോട് പലപ്പോഴും ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ അവർ ദിയയുടെ ഒക്കെ വ്ളോഗിനകത്താണെങ്കിലും പലപ്പോഴും ദിയൊക്കെ അടുക്കളയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ അപ്പച്ചി ഇരുന്ന് കുക്ക് ചെയ്യുന്ന കാണാം. അപ്പോൾ ഈ 4 പെൺകുട്ടികളുള്ള വീട്ടിൽ അതുപോലെ സിന്ധു കൃഷ്ണ ഉള്ളപ്പം എനിക്ക് പലപ്പോഴും എൻ്റെ മനസ്സിലത് ഫീൽ ചെയ്തിട്ടൊരു കാര്യമാണ്. അതെന്താ അപ്പച്ചി മാത്രം എപ്പോഴും, ഞാൻ ഏതൊരു വ്ളോഗ് കണ്ടു കഴിഞ്ഞാലും അപ്പച്ചി എപ്പോഴും അടുക്കളയിൽ നിൽക്കുന്നതായിട്ടും അടുക്കളയിൽ കുക്ക് ചെയ്യുന്നതായിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവരെ ഒരു വേലക്കാരി എന്നൊരു സ്ഥാനത്താണ് അവർ കണ്ടിട്ടുള്ളതായിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ അവർ ഫാമിലി ആയിട്ട് നിൽക്കുമ്പോഴത്തേനും അപ്പച്ചിയോട് മാറി നിൽക്കുക, അവിടെ പോയി ഇരുന്ന് കണ്ടോളൂ എന്ന് അവർ ആ ഫോട്ടോയിൽ ഇരുന്നത് എന്താണ്, ഇവർ അത്ര സൗന്ദര്യമില്ലാത്തത് കൊണ്ടോ ഇവർക്കൊക്കെ ഒരു
എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർക്കൊക്കെ സൗന്ദര്യം എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഇവർ ഭയങ്കര സുന്ദരികളാണ് എന്നൊക്കെ. ഞാൻ പറയട്ടെ, ആക്ച്വലി ഈ കളറിലൊന്നും അല്ല കാര്യം, മനസ്സിലാണ്. അപ്പോൾ ആ മനസ്സ് നിങ്ങൾക്കില്ല എന്നുള്ളൊരു സംഭവം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളിങ്ങനെ എയറിൽ നിൽക്കുന്നത്. ഇപ്പോൾ എയറിൽ നിൽക്കാനായിട്ട് രേണുസുതിയൊക്കെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. പക്ഷേ സ്വന്തം സ്വഭാവം കൊണ്ട് തന്നെ അഹാന ഇങ്ങനെ എയറിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഹാന കൃഷ്ണൻ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചു, അതായത് അവരുടെ കോളേജിലുള്ളൊരു പെൺകുട്ടിയോട് സംസാരിച്ച ഒരു കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം ഗൈസ്. ഈ അഹാന കോളേജിൽ വന്നിട്ട് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം മുഖത്ത് നോക്കി ബിച്ചെന്ന് വിളിച്ചിട്ടാണ് ഇവള് കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇത് കേട്ട് നോക്കണം, നിങ്ങൾ അനിയനെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാവുന്ന കാര്യങ്ങളാണ്. ദിയ എന്നെ ആ സ്റ്റോപ്പിൽ നിന്ന് കയറി കോളേജ് എത്തുന്നവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടുകാരെ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിന്നെയൊക്കെ ഞാൻ പിടിച്ച് റാഗ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡെങ്കിലും വേണം, മിനിമം ലുക്കെങ്കിലും വേണം. അതുപോലെ ഇല്ല. രണ്ടുപേരും മാച്ച് ചെയ്യുന്നുണ്ടല്ലേ? നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. കണ്ടാലേ അറിഞ്ഞൂടെ, വെറും പഴമാണ്, വെറും കിഴങ്ങിയാണ്. കള്ളം പറഞ്ഞ കണ്ണടിച്ചാൻ പൊളിക്കുന്നുണ്ട്. പറഞ്ഞായിരുന്നു ഒരു വട്ടം. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. കിഴങ്ങി ലുക്കാണ്. ഇതിനൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ല. വീട്ടുകാരെ ഇങ്ങനെ ആയിരിക്കും. വീട്ടുകാരെ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ അതും ഒരു സീറ്റിന് വേണ്ടിയിട്ടാണ് വീട്ടുകാരെ തെറി പറയുന്നതെന്ന് ആലോചിക്കണം. എത്തുന്നവരെ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ എന്നിട്ടൊന്നും തിരിച്ച് റിയാക്ട് ചെയ്തില്ല. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. കംപ്ലൈന്റ് ചെയ്തപ്പോ ഇവളുടെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു. ദിയയുടെയും ഇഷാനിയുടെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു. അഹാനയും അഹാനയുടെ അമ്മയും എല്ലാരും കൂടെയാണ് വന്നത്. ആരാണോ ഇവരൊക്കെ? ഞാൻ ഇവരോട് ചോദിക്കായിരുന്നു, ആരാ ഇവരൊക്കെ? നിനക്കറിയില്ലേ? നിന്റെ അച്ഛൻ കേശവൻ നമ്പ്യാർക്ക് മൃദംഗം വായിച്ചവനാ. വന്നിട്ട് ഈ അഹാന ചെയ്തത് എന്താന്ന് വെച്ചാല് ആ അത്രയും പ്രായമുള്ള ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പലിനെ അങ്ങോട്ട് തട്ടിക്കേറി സാറിന്റെ അടുത്ത് ചീത്ത പറയും, സാറിന്റെ അടുത്ത് മര്യാദയില്ലാതെ പെരുമാറുകയാണ് ചെയ്തത്. ഒരു 4 പേരും കൊടും ഭീകരന്മാരാ. ഈ അഹാന കോളേജിൽ വന്നിട്ട് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം മുഖത്ത് നോക്കി ബിച്ചെന്ന് വിളിച്ചിട്ടാണ് ഇവള് കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര. അപ്പം അഹാനയുടെ എപ്പോഴും ഉള്ളൊരു വേർഡാണെന്ന് തോന്നുന്നു ബിച്ചെന്ന്. കാരണം അമ്മൂമ്മേനെയും ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെന്ന് കേട്ടു. അപ്പോൾ എൻ്റെ സിന്ധു ചേച്ചി, ഇങ്ങനൊരു അമ്മൂനെ ഞങ്ങളുടെ വീട്ടിലൊന്നും ആർക്കും വേണ്ട കേട്ടോ. ആക്ച്വലി കൊറോണ സമയം മുതൽ ഇവർ മുഖംമൂടി ഇട്ട് നമ്മളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി. കാരണം ആ ഒരു അമ്മൂമ്മ ഈ ഒരു അപ്പച്ചി എന്ന് പറയുന്നത് ഇവരൊക്കെ എന്തൊരു കാര്യത്തിനും ഇവരുടെ കൂടെ നിൽക്കുന്നതാണ്. ഇനി അമ്മൂമ്മ, നമ്മുടെ സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അമ്മൂമ്മ വന്നിട്ട് അമ്മൂമ്മ പറയും ഈ അപ്പൂപ്പൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധു കൃഷ്ണൻ്റെ മോളെയും കൂടെ കിടക്കാനാന്നുള്ള രീതി വരെ അമ്മൂമ്മ പറയും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ ഉള്ള സ്വഭാവമുള്ള അഹാന വലിയ പരിശുദ്ധയൊന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇന്നലെ അമ്മൂമ്മയ്ക്കെതിരെ വന്ന അലിഗേഷൻസും കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ ഈ സിന്ധു കൃഷ്ണ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ ഇവരുടെ മകളെ വെളുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നുള്ളൊരു ചിന്തയിലൂടെ എനിക്ക് ആ ഒരു ചിന്ത വരുന്നുണ്ട് ചെറുതായിട്ട്. കാരണം ഇപ്പം മോളുടെ കല്യാണം ആകാൻ പോവുകയാണ്. അപ്പോൾ കല്യാണം ആ വീട്ടിലെ ഫാമിലിയൊക്കെ അറിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. ഇങ്ങനൊരു അടിപൊളി മോളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ ഈ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നിങ്ങൾ കണ്ടവർക്കറിയാം, അശ്വിൻ്റെ ഫാമിലിയിൽ നിന്നുള്ള ആരും തന്നെ വന്നിട്ടില്ല. സോ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അശ്വിൻ ആരാണ്, അവനൊരു വെറുതെ കൈയടിക്കാൻ വേണ്ടി നിൽക്കുന്നൊരു പാവയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അധികം ബുള്ളിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവരുടെ ഫാമിലിയിലേക്ക് വരുന്നുണ്ട്. സോ എന്തായാലും അഹാന കൃഷ്ണനും ഫാമിലിയും ഒക്കെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ മുകളിൽ എയറിൽ തന്നെ നിൽക്കുകയാണ്. സ്പെഷ്യലി അഹാന എന്ന് പറയുന്ന ആൾ. അപ്പോൾ അഹാന ഈ നമ്മളെ മുന്നിലൊക്കെ കാണിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നത് ക്യാമറയ്ക്ക് മുന്നിലുള്ള ഒരു അഭിനയം മാത്രമാണ് ഗൈസ്. അപ്പോൾ പുള്ളിക്കാരിയുടെ എല്ലാ രീതിയിലുമുള്ള സ്വഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്കറിയില്ല, ഒരുപാട് നാളൊന്നും നമുക്ക് ഒരാളുടെ മുന്നിൽ നമുക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആക്ച്വൽ സ്വഭാവങ്ങൾ അത് എന്തെങ്കിലും നമുക്ക് വെളിയിൽ വരും എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. കാരണം
ഈ അമ്മൂമ്മയെക്കുറിച്ച് ഇത്രയും അധികം കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊരു സത്യം, ലൈക്ക് ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ ഇവിടെ തൻവി എന്ന് പറയുന്ന ആൾ ഒരു മെസ്സേജസും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതായത് പുള്ളിക്കാരിയുടെ അമ്മൂമ്മയോടുള്ളൊരു സ്നേഹവും കാര്യങ്ങളും ഒക്കെയാണ് നാട്ടിലേക്ക് വരാനുള്ളത്. അപ്പോൾ അമ്മൂമ്മയുടെ ആ ഒരു ബാഡ് സിറ്റുവേഷൻസ് പറഞ്ഞതാണ്, അല്ലാതെ ആരെയും ബുള്ളിങ് ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ സിന്ധു കൃഷ്ണയുടെ ഈ ഒരു വീഡിയോ വന്നപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊരു പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അപ്പം പുള്ളിക്കാരി ഓൾറെഡി ഇവരുടെ ഫാമിലിയിൽ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പബ്ലിക്കിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും സംസാരിച്ച് തീർത്തൊരു വിഷയമായിരുന്നു. വീണ്ടും സിന്ധു വന്നിട്ട് അതിന് എക്സ്പ്ലനേഷൻ തന്ന് അമ്മൂമ്മേനെ, സ്വന്തം അമ്മേനെയാണ് പറയുന്നത്. അവരങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അവരോട് നേരിട്ട് നമുക്ക് പലതും പറയാം. പക്ഷെ ഒരിക്കലും വന്ന് പബ്ലിക്കിൽ വന്ന്, അതായത് നമ്മൾക്കിപ്പം നമ്മുടെ സ്വന്തം അമ്മയും അച്ഛനും നമ്മളോട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കെന്തും പറയാം. പക്ഷെ നാട്ടുകാർ മുഴുവനും അവരെ നിങ്ങൾ നിങ്ങളുടെ മകളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് ഇന്നലത്തെ വീഡിയോസ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി. പക്ഷേ ആ ഒരു സ്നേഹത്തിൻ്റെ കുറച്ചെങ്കിലും നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ കൊടുക്കണം. ബിക്കോസ് ഓഫ് നിങ്ങളുടെ അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കുറച്ച് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ വെച്ചല്ല പറയുന്നത്, കുറേ ട്രോമാസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. എങ്കിലും ഈ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കിച്ചുവിനെ കണ്ടുപഠിക്കൂ എന്നുള്ളതാണ്. കാരണം ഇത്രയധികം അലിഗേഷൻസും കാര്യങ്ങളും വന്നിട്ട് എനിക്കിപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്തൊരു മെച്യൂരിറ്റി ഉള്ളതാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഈ സിന്ധു കൃഷ്ണയൊക്കെ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലത്തെ അവരൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ആ ഒരു സാധനം പോയി. അവർ അത്രയ്ക്ക് മെച്യൂർഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ മോള് ഇങ്ങനെ കാണിക്കുമ്പോൾ അമ്മയ്ക്ക് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. സോ ഇതിൽ നമുക്ക് ആരാണ് ഇതെന്ന് പറയാം. പക്ഷേ ഈ അഹാന കൃഷ്ണൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ ഇപ്പോൾ പബ്ലിക്കിൽ ആ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വൈറലാണ്. സോ ഗൈസ്, എന്തായാലും ആർക്കും ഒരുപാട് നാൾ അഭിനയിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല. സോ നമ്മളെ കൊറോണ സമയം മുതൽ നമ്മളെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അഹാനിനെ നോക്കുന്നത്. കാരണം ഇവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഇവരെയൊക്കെ ഈ പോഷായിട്ടുള്ള വീഡിയോസൊന്നും കാണേണ്ട ആവശ്യമൊന്നും ഇല്ല. അല്ലെങ്കിൽ അപ്പച്ചിയുടെ ആ കറി ഈ കറി എന്ന് പറഞ്ഞിട്ട് വ്യൂസ് നേടി പൈസ വാങ്ങിക്കുന്നതല്ലാതെ അവരോടുള്ള കൂറും കാര്യങ്ങളും ഒന്നുമില്ല. അവരെ വെറും ഒരു വേലക്കാരിയായിട്ട് മാത്രമാണ് അവരുടെ വീട്ടിലെ കണ്ടിട്ടുള്ളതെന്ന് എനിക്ക് ഫീൽ ചെയ്തു പോയി. പിന്നെ ഇവർക്ക് എപ്പോഴും സൗന്ദര്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് സംസാരിക്കുന്നത്, ചിലപ്പോൾ അപ്പച്ചിക്ക് അത്ര സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ട് ഇവരുടെ ഫാമിലി മെമ്പറായിട്ട് ഇവർക്ക് കൂട്ടാൻ വേണ്ടി താല്പര്യവും കാര്യങ്ങളും ഒന്നുമില്ല. ഇപ്പം എന്തായാലും കൃഷ്ണകുമാറൊക്കെ വായിൽ പിരിവെട്ടിയിരിക്കുകയാണ്, ഒന്നും സംസാരിക്കുന്ന പോലുമില്ല. സോ അവരൊക്കെ വരുമായിരിക്കും തോന്നുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതുവരെയും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ഗായ്സ്.